അതിന് വേണ്ട സാധനങ്ങളാണ് നമുക്ക് ഞാൻ എടുത്തു വെച്ചത്. ഫസ്റ്റ് നമ്മൾ ഞണ്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക. പിന്നെ സവാള ഒരു 3 എടുക്കുക, പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, ചുവന്നുള്ളി. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചു. കടുക് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റുക. ഇത് കുറച്ച് ഒന്ന് ബ്രൗൺ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില ഇടും. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, സവാള ഇത്രയും ഇട്ട് വഴറ്റുക. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്തപ്പോൾ തന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസും ഇട്ടു. സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റി. ഇനി ഇതിനകത്ത് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വാടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചുമന്നുള്ളി കറക്റ്റായിട്ട് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടത്തില്ല. സവാള ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടും വേണമെങ്കിൽ അരിയാം. ഞാൻ ഇങ്ങനെ അരിയുന്നുള്ളൂ, കാരണം അത് എന്തായാലും കുഴഞ്ഞു പോയില്ല. അതുകൊണ്ട് അപ്പോഴേക്കും മറ്റേ അടുപ്പിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വയ്ക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചതാണ്. നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് പാത്രം മൂടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിന് വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടി പകുതിയിലധികം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളിടാം. അപ്പം ഞാൻ എന്തൊക്കെ പൊടികൾ ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിനകത്തിട്ടാണ് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും തീരെ എരിവ് കുറച്ച് മതി. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ബീഫ് മസാലയും കൂടി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടാവുകയും ക്ഷമിക്കുന്നേ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചമണം മാറത്തുമില്ല, കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുമില്ല. അപ്പം നമ്മുടെ കറിയിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് പച്ചമണമൊക്കെ മാറി അപ്പം നല്ല ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് പറക്കിയിടാം. ഇപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുവാണേ.
ഒത്തിരി ഇടരുത്, പാകത്തിന് മാത്രം ഇടുക. ഇപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശമൊക്കെ വെന്തു. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ഇത്രയും ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി ഒഴിക്കരുത്. ഇപ്പോൾ നമ്മുടെ കറി വെട്ടി തിളയ്ക്കുന്ന കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞണ്ടിനെ പറക്കിയിടാം. അപ്പം ഞാൻ ഫസ്റ്റിലെ ഇത് നന്നാക്കി വെച്ചപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇത് മഞ്ഞച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ചൂടുവെള്ളം ഇരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. എനിക്കിതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണമായിരുന്നേ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. ഇനി ഇത് വെള്ളം പറ്റി റോസ്റ്റ് ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് വാങ്ങാറാവുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ നോക്കുക ഇതിനകത്ത് ഉപ്പൊക്കെ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഇടുന്നതല്ല കേട്ടോ. ഇടയ്ക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്ക് പിടിക്കില്ല. ഈ ഞണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മുടെ മസാല പിടിക്കണമെങ്കിൽ അത് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. മീൻ പോലെയല്ല, മീനാണെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കണ്ടല്ലോ, പക്ഷെ ഞണ്ടിന് നമുക്ക് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ ഇറക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഞണ്ടിൻ്റെ കുറച്ചും കൂടെ വെള്ളം പറ്റിക്കഴിഞ്ഞിട്ട് ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് വാങ്ങാം. നമ്മുടെ കറി ഇവിടെ വെള്ളമൊക്കെ പറ്റി ഇട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയും വെള്ളം പറ്റണമെന്ന് ആവശ്യമുള്ളവർ കുറച്ചുകൂടെ നമുക്ക് തുറന്ന് വെച്ചാൽ വെള്ളം പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി നമുക്കിച്ചിരി കറി കഴിച്ച് നോക്കാമേ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം പറ്റണമെന്നുള്ളവർ അത് നന്നായിട്ട് റോസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിതെൻ്റെ ഹസ്ബൻഡിനൊന്ന് കൂടെ കൊടുത്ത് നോക്കട്ടെ കേട്ടോ. അമ്മേ ഉപ്പ്, മുളക്, പുളി എല്ലാം കറക്റ്റായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ വെക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ ഇതും കുഴപ്പമില്ല.